ഇന്നൊരു മീനച്ചാർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കാം അല്ലേ ജുഹറു? ഇന്ന് നമുക്കൊരു മീനച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇന്ന് ജുഹറുവിന് ചെറിയൊരു ചുമയും ജലദോഷം ആയതുകൊണ്ട് ഇന്ന് ക്ലാസ്സിലേക്ക് വിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇല്ലാഞ്ഞത്. അപ്പോൾ ലഞ്ച് ബോക്സ് സീരീസിൽ ഇനി 10ാമത്തെ വീഡിയോ ആവാനായിട്ട് ഇനി ഒരു വീഡിയോയും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും പിന്നെ കുട്ടിക്ക് വയ്യാതായതുകൊണ്ട് നമുക്കത് ഇന്ന് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ ഞാനത് എന്തായാലും ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ലജീഷേട്ടൻ മറ്റേ മുഷും മീൻ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ അത്യാവശ്യം ദശകഷ്ണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അച്ചാർ ഇടാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറുതായി അരിഞ്ഞ മീനിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സാധാ പോലെ ഇങ്ങനെ മുളകൊക്കെ പരട്ടി വെച്ചിട്ടോ. അത് ഞാനൊരു 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് കേട്ടോ ഞാൻ എടുത്ത് വറുക്കണത്. അപ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ വറുത്തെടുക്കണത്. അപ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിൻ്റെ കൂട്ടും തയ്യാറാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ കൂടി ഒറ്റ ട്രിപ്പിലിട്ടിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. മീൻ നന്നായിട്ട് മൊരിയിച്ചിട്ടാണ് കേട്ടോ എടുക്കണത്. പിന്നെ ഇപ്പോൾ ഈ കാണിക്കണ അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ എൻ്റേതായ റെസിപ്പിയാണ് കേട്ടോ. പലരും പല ടൈപ്പിലായിരിക്കും അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ ഇത് എൻ്റേതായ രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ മീനൊക്കെ ഞാനിങ്ങോട്ട് കോരി മാറ്റി വെച്ചു. പിന്നെ ആ ഇതിൽ തന്നെ എണ്ണയൊക്കെ ചൂടായിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനിയിപ്പോൾ കടുകാണ് കേട്ടോ പൊട്ടിക്കുന്നത്. അപ്പോൾ കടുക് ഞാനൊരു 3 കുഞ്ഞ് സ്പൂണിലാണ് കേട്ടോ. അപ്പോൾ 3 സ്പൂണോളം ഇടുന്നുണ്ട്. പിന്നെ കടുക് എനിക്ക് ഇത്തിരി കൂടുതൽ കിടക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ കൂട്ടാൻ കാച്ചണയിലായാലും ഞാൻ കടുക് ഇത്തിരി കൂടുതലിടും. കടുകും ഇതൊക്കെ പൊട്ടി വന്നിട്ട് ഞാൻ പിന്നെ 1 സ്പൂൺ ഉലുവയാണ് കേട്ടോ ഇടണത്. അപ്പോൾ കടുകും ഉലുവയും കൂട്ടിയിട്ട് അത്യാവശ്യം നേരം ഞാനൊന്ന് ഇങ്ങനെ ഇട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇങ്ങനെ സെറ്റായി വരാൻ. അപ്പോഴേക്കും പിന്നെ നമ്മൾ അച്ചാറിലേക്കുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വെളുത്തുള്ളി 1 കുടം വെളുത്തുള്ളി, അതുപോലെ 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു വലിയ പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ് വെച്ച സാധനങ്ങളെല്ലാം കൂടിയിട്ട് ഇനി നമ്മൾ ഒരുമിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനെടുത്ത ആ മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാട്ടോ ഈ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തത്. അപ്പോൾ അളവിനനുസരിച്ച് സാധനങ്ങളുടെ അളവും മാറും. അങ്ങനത്തെ കുറേ നേരം ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ലോണം ചൂടായി കിടക്കണം. കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് വാടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഏകദേശം ഒന്ന് വാടിയെന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്കുള്ള പൊടികളാണ് കേട്ടോ. അപ്പോൾ പൊടികളിടുമ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു 2 സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇളക്കണത്. അപ്പോൾ ഞാൻ ഉപ്പ് ഇപ്പം ചേർത്തിട്ടില്ല. കാരണം നമ്മുടെ മീനിൽ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം ചേർത്തില്ല. ലാസ്റ്റ് ഞാൻ നോക്കിയിട്ടാണ് കേട്ടോ ചേർക്കണത്. അങ്ങനത്തെ പൊടികളൊക്കെ നന്നായിട്ട് കരിയാണ്ട് നന്നായിട്ട് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അന്ന് മൂത്ത് വരുന്നപ്പോൾ ഞാൻ നമ്മൾ വറുത്ത് മാറ്റി വെച്ച മീനാണ് കേട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ കുറേ നേരം നന്നായിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. കാരണം ആ മീനിലേക്ക് ഒന്നുകൂടിയും ആ മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് കുറേ നേരം നിന്നിട്ടാണ് ഇളക്കണത്. അപ്പോൾ നല്ലോണം ഇളക്കി മീനിലേക്കൊക്കെ മസാലയൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് പിടിച്ചെന്ന് കാണുമ്പോൾ ലാസ്റ്റിന് ഞാൻ വിനാഗിരിയാണ് കേട്ടോ ഒഴിക്കണത്. വിനാഗിരി എത്രത്തോളം ഒഴിക്കണം എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി നോക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു വിനാഗിരി കൂടി, കാരണം ഇങ്ങനെ ചാറ് പോലെ ആയപ്പോൾ കൂടിയെന്ന് വിചാരിച്ചു. പിന്നെ അതിങ്ങനെ ഇരുന്ന് കുറുതായി സെറ്റായിട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് അത്രയ്ക്ക് കൂടിയിട്ടില്ല എന്ന് എനിക്ക് തോന്നി. അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി ഞാൻ ഉപ്പ് നോക്കാം കേട്ടോ. കാരണം വിനാഗിരി ഒഴിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു ഉപ്പ് ഇത്തിരി ലെവൽ കുറയുമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഉപ്പിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ കുറവാന്ന് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ ഉപ്പ് കുറവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെയും നന്നായി ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായി ഇങ്ങനെ ഇളക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ മീനച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ, നമ്മുടെ ഷാൻജിയോജൻ്റെ ചാനലിൽ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ മീനച്ചാറൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ഏകദേശം നമ്മുടെ അച്ചാറൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ അതിങ്ങനെ കുറുതായി കണ്ടപ്പോൾ എനിക്കതിങ്ങനെ ഇങ്ങനെ ഇളക്കി നിൽക്കാനായിട്ട് തോന്നി. ഭയങ്കര ഇരിക്കുകയാണെങ്കിൽ വായിൽ വെള്ളമൊക്കെ വന്നിട്ടാണ് നിൽക്കണത്. അപ്പോൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.